നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് 100 ദശകങ്ങളിലായി 1000-ലധികം ശ്ലോകങ്ങളടങ്ങിയ ദിവ്യഗ്രന്ഥം ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ദിനമാണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത്. സാഹിത്യ ഭംഗി കൊണ്ടും ഭക്തിരസം കൊണ്ടും വിശിഷ്ടമായ നാരായണീയം. ഭക്തിരസപ്രധാനമായ നാരായണീയത്തിലെ പ്രധാന സന്ദേശം ആയുരാരോഗ്യ സൗഖ്യമാണ്. രോഗമുക്തിക്കായുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജീവിതത്തിലുടനീളം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുക എന്നതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് കറതീർന്ന ഭക്തി ഉണ്ടാകൂ. ആ പരമോന്നത പദം പൂകണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും മനസ്സും അത്യാവശ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും വിശേഷമായ ദിനമായി ആചരിക്കുന്ന ഒന്നാണ് നാരായണീയ ദിനം. രോഗത്താലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഭഗവാനെ മുന്നിൽ കണ്ട് എഴുതി തീർത്ത മഹാകാവ്യമാണ് നാരായണീയം. സുഖവും മോക്ഷവും ഭക്തിയിലൂടെ മാത്രം സിദ്ധിക്കുന്ന ഒന്നാണെന്ന് മേൽപ്പത്തൂർ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു. പണ്ഡിതനായിരുന്ന നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായിരുന്നു അച്യുത പിഷാരടി. അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട് ദുസ്സഹമായ വേദനയാൽ ജീവിക്കുന്നത് കണ്ട ശിഷ്യനായ ഭട്ടതിരിപ്പാട് ഗുരുവിൻ്റെ അസഹനീയമായ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തെ അതിൽ നിന്നു രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ രോഗം തന്നിലേക്ക് പകർന്ന് ഗുരുവിനെ രോഗവിമുക്തനാക്കണമെന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണഭക്തനായിരുന്ന ഭട്ടതിരിപ്പാടിൻ്റെ ആഗ്രഹം ഭഗവാൻ നടത്തിക്കൊടുത്തു. അങ്ങനെ ഗുരു രോഗവിമുക്തനാവുകയും ഭട്ടതിരിപ്പാട് രോഗബാധിതനാവുകയും ചെയ്തു. അസഹനീയമായ വേദനയാൽ ചലിക്കാൻ പോലും സാധിക്കാതിരുന്ന ഭട്ടതിരിപ്പാട് ആയാസപ്പെട്ട് ഗുരുവായൂരപ്പനെ തൊഴാനായി പോകുന്ന വഴി തുഞ്ചത്തെ എഴുത്തച്ഛനെ കണ്ടുമുട്ടുകയും ഭട്ടതിരിപ്പാടിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് കവി അദ്ദേഹത്തോട് മത്സ്യം തൊട്ടുകൂട്ടിയാൽ സുഖപ്പെടുമെന്ന് പറയുന്നു. എഴുത്തച്ഛൻ ഉദ്ദേശിച്ചതെന്തെന്ന് മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് മത്സ്യാവതാരത്തിൽ തുടങ്ങുന്ന ഭഗവാന്റെ അവതാരങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഭാഗവതത്തെ മുഴുവൻ ഉൾക്കൊണ്ടുള്ള നാരായണീയം രചിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും 10 ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ദശകം എന്ന രീതിയിൽ അദ്ദേഹം എഴുതി തുടങ്ങി. രോഗം വല്ലാതെ ബുദ്ധിമുട്ടിച്ചെങ്കിലും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തൻ്റെ വേദനകളെ വകവയ്ക്കാതെ അദ്ദേഹം നാരായണീയം എഴുതി. 99-ാം ദശകത്തിലെ 10-ാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: ആദ്യത്തെ 1-2 ദശകങ്ങളിൽ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വർണ്ണിച്ചിരിക്കുന്നു. 2-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മാധുര്യവും ഭക്തിമഹത്വവുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവ രണ്ടിലും തൻ്റെ രോഗത്തെക്കുറിച്ച് ഭട്ടതിരിപ്പാട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ 3-ാം ദശകം മുതൽ തൻ്റെ രോഗത്താലുള്ള അസഹനീയമായ വേദന കാരണം തൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന വിലാപത്തോടെയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. 3-ാമത്തെ ദശകം മുതൽ 99-ാം ദശകം വരെ രോഗപീഠ സഹിക്കവയ്യാതെ അദ്ദേഹം ഭഗവാനെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് എഴുതി തീർത്തത്. 99-ാം ദശകം എഴുതി തീർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസാംബോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തിം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണ രോഗാത്. അവ്യക്തമായതും
അപ്രാപ്യമായതുമായ ഇരുട്ടാകുന്ന നിന്റെ രൂപം. എന്നാൽ ശുദ്ധമായ ആ സത്ത സമുദ്രത്തിലെ അമൃതിനു തുല്യമാണ്. നിർവചിക്കാനാവാത്ത പുണ്യത്താൽ തേജസ്സാൽ മനസ്സിനെ ആകർഷിക്കുന്ന വായുപുരേശനെ ഞാൻ അഭയം പ്രാപിക്കുന്നു. എല്ലാ രോഗപീഠകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്നാണ് ചുരുക്കത്തിലുള്ള അർത്ഥം. 100-ാം ദിവസം കരുണാമയനായ ഭഗവാൻ ഭട്ടതിരിപ്പാടിൻ്റെ മുന്നിൽ തൻ്റെ സുന്ദരമായ രൂപത്തിൽ പ്രത്യക്ഷനായി. അതിൻ്റെ ആനന്ദാതിരേകത്താൽ രോഗം നിശേഷം മാറിയ ഭട്ടതിരിപ്പാട് താൻ ദർശിച്ച ഭഗവാന്റെ അതിമനോഹരമായ രൂപം കേശാദിപാദ വർണ്ണനയോടുകൂടി എഴുതി അവസാനിപ്പിച്ച് ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. കൊല്ലവർഷം 762 വൃശ്ചികമാസം 28-ാം തീയതിയാണ് ഭട്ടതിരിപ്പാട് നാരായണീയം സമർപ്പിച്ചത് എന്നാണ് വിശ്വാസം. കൊല്ലവർഷം 763 വൃശ്ചികം 23-ാം തീയതി ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് സമർപ്പിച്ചത് എന്നും ഒരു വാദമുണ്ട്. എന്നാൽ നാരായണീയം എഴുതിത്തീർന്ന ദിവസത്തെ ഉദയത്തിനുള്ള കലിദിന സംഖ്യ 171220 എന്നതാണ്. ഇതിൽ നിന്നും കിട്ടുന്നത് കൊല്ലവർഷം 762 വൃശ്ചിക മാസം 28 ചോതിയും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടിയ ദിവസമാണ് എന്നാണ് ആചാര്യമതം. 436 വർഷങ്ങൾക്ക് മുൻപ് ആ ദിനത്തിലാണ് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി ഭഗവാന് മുന്നിൽ സമർപ്പിച്ചത് എന്ന് വിശ്വാസം. അതുകൊണ്ട് വൃശ്ചികം 28 നാരായണീയ ദിനമായി ആചരിക്കുന്നത്. അത് ഈ വർഷം 2025 ഡിസംബർ 14 നാരായണീയ ദിനമായി ആചരിക്കുന്നത്. ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ച് ഇത്രയ്ക്കും മഹത്തായ ഒരു കാവ്യവർണ്ണന നടത്തിയ ദിവ്യഗ്രന്ഥം പൂർത്തിയാക്കിയ ദിവസമാണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത്. അന്നേ ദിവസം നാരായണീയം പാരായണം ചെയ്യുന്നത് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുമെന്ന് വിശ്വാസം. അന്നു മാത്രമല്ല, എല്ലാ ദിവസവും നാരായണീയ പാരായണം വളരെ ശ്രേഷ്ഠമാണ്. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജ നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യദാ വർണ്ണനേന സ്പീദം ലീലാവതാരൈരിദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുപവനപുരേശ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണീയ ദിനം ആചരിച്ച് നാരായണീയം വായിച്ചും പഠിച്ചും എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു.